റസൂൽ പറയുന്ന 2 നിഅമത്ത് മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹത്തിൽ അതിന് നൽകേണ്ടതായ ബാധ്യതകൾ നൽകാതെ അതിൽ പരാജയപ്പെടുന്നവർ ധാരാളം ഉണ്ടെന്ന് റസൂൽ സൂചിപ്പിച്ചല്ലോ. ആ 2 അനുഗ്രഹം ഏതാണ്? അസ്സിഹ്ഹത്തു, ഒന്ന് ആരോഗ്യം. റസൂൽ അല്പം മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചൊരു ഹദീസ്, എന്ത്? ഏറ്റവും പ്രധാനം മനുഷ്യന് യഖീന് കഴിഞ്ഞാൽ അത് ആരോഗ്യമാണ്. ആ ആരോഗ്യം അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. പിന്നെന്താണ്? ഫറാഗ്. ഫറാഗ് എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈം. ടൈം ഫ്രീ ആകുമ്പോൾ മനുഷ്യൻ ചില ആൾക്കാരൊക്കെ വ്യാഴാഴ്ച വരാൻ കാത്തിരിക്കുക. നിങ്ങളെ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെയുണ്ട് ജനങ്ങൾ. എന്തിനാണ്? കുറേ നോക്കാത്ത ഫിലിം നോക്കി തീർക്കാൻ, നോക്കാത്തതായ അശ്ലീലം കണ്ടു തീർക്കാൻ, വാട്സാപ്പിൽ കൂടി ടൈം, അല്ലെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ളതായ 2 മുനയുള്ളതായ വാളുണ്ടല്ലോ, എന്ത് യന്ത്രം, ഏതാണത്? മൊബൈല്. അത് 2 മുനയുണ്ട്. അത് ഷർറുണ്ട് ഖൈറുണ്ട്. അതിൽ മനസ്സിലായില്ലേ? ചില സുഹൃത്തുക്കൾ വിളിച്ച് എന്നോട് ചർച്ച ചെയ്തു. നിങ്ങളെ കൂട്ടത്തിലില്ല, ഇന്ത്യയിൽ നിന്നായിരിക്കാം. ചർച്ച എന്താണ്? മൂപ്പർക്ക് ഇത് നിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചൂടെ? ഏത് യന്ത്രം ഉപയോഗിക്കൽ തന്നെ ഹറാമാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചൂടെ? മൂപ്പരുടെ ഇൻട്രസ്റ്റ് കൊണ്ട്, ആവേശം കൊണ്ട് പറയാണ്. അതേ സമയത്ത് മൂപ്പര് പറയാണ്, ഞാൻ ആ സാധനം ഇതുവരെ വാങ്ങിയിട്ട് അതിൽ വാട്സാപ്പില്ല, അതിൽ നെറ്റ് ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയാണ്. ഏതായാലും അയാളുടെ നിഗമനം അതാണെങ്കിലും നാം ഒന്ന് ആലോചിക്കണം. എന്ത്? ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം കൺട്രോൾ ചെയ്യണതുപോലെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ജഹീമിലേക്ക് എത്തിക്കുന്ന ഒരു യന്ത്രമാണ്. ജഹീം, നരകത്തിൻ്റെ നടുത്തട്ടിലേക്ക് എത്തിക്കുന്ന യന്ത്രമാണ്. അതിനെ കൺട്രോൾ ചെയ്തതുപോലെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ടൈം വേസ്റ്റാക്കും എന്ന് മാത്രമല്ല, ആദർശവും വടക്കാക്കും. ആദർശം വടക്കാക്കും. എത്ര പേര് ആദർശം വടക്കാക്കുന്നതിൽ മൊബൈലിന് പങ്കുണ്ട്. മൊബൈലിൽ വരുന്നതായ ആ റസായിലുകൾക്കും മെസ്സേജുകളിലും പങ്കുണ്ട്. പിഴച്ചവരുടെ ആദർശങ്ങളും ആ പ്രസംഗങ്ങളും ആ സ്പീച്ചുകളും പലതും കേട്ടിട്ട് വഴിമാറുന്നവരും ആളുമാറുന്നവരൊക്കെ നാം കേട്ട് പരിചയമുണ്ട്. അപ്പോൾ 2 രൂപത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മഹായന്ത്രമാണ്. അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെയുള്ള ഖൈറും ഖൈറാണ്, മഹാ അനുഗ്രഹമാണ്. ഇവിടെ ഞാൻ നടത്തുന്ന ക്ലാസ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇതേ സന്ദർഭത്തിൽ പലയിടങ്ങളിൽ പലരും കേൾക്കാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാട് ഇവിടെ ലഭിക്കുന്നു. ഈ യന്ത്രം വന്ന ശേഷമാണല്ലോ, മുമ്പ് യന്ത്രമില്ലല്ലോ. അപ്പോൾ യന്ത്രം വന്നതിന് ശേഷം, ഇന്റർനെറ്റ് വന്നതിന് ശേഷം എത്രയോ അനുഗ്രഹങ്ങൾ മദീനയിലുള്ളതായ എത്രയോ ഷെയ്ഖന്മാർ, പണ്ടൊക്കെ ഷെയ്ഖന്മാർ ഇവിടുന്ന് പ്രസംഗിക്കുന്നു, അമേരിക്കയിലുള്ളതായ ആൾക്കാർ ഇരുന്നിട്ട് ഷെയ്ഖന്മാരുടെ പ്രസംഗം കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നലാണ്. ഇപ്പോൾ അത്ഭുതമില്ല, പണ്ട് അങ്ങനെയാണ്. അത് എൻ്റെ ഓർമ്മയിലുണ്ട്. കൂടുതലൊന്നും കൊല്ലം പോകേണ്ട ദൂരം, ഒരു 20 കൊല്ലം മുമ്പൊക്കെ ഏകദേശം സുബ്ഹാനല്ലാഹ് 12,000 റിയാലായിരുന്നു ഒരു യന്ത്രത്തിനല്ല, അതിൽ കയറ്റുന്നതായ സിമ്മിനൊക്കെ. വിശ്വസിക്കുന്നത് 12,000 റിയാൽ. 12,000 റിയാലുള്ള സമയത്ത് ഞാൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വാങ്ങിയത് 3,000 റിയാലായപ്പോഴാണ്. 3,000 റിയാലായപ്പോഴാണ്. അതും എല്ലാ സ്ഥലത്തും കിട്ടൂല, ടൗണിലൊന്നും കിട്ടൂല. എവിടെ കിട്ടുള്ളൂ? ഒരു പ്രത്യേക ഓഫീസുണ്ട്, അതിന് ഗവൺമെൻറ് അതിന് അനുവാദം നൽകി ആ ഓഫീസിൽ പോയിട്ട് ക്യൂ നിൽക്കണം കുറേ മണിക്കൂറുകൾ കിട്ടാൻ. 3,000 റിയാൽ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത്. അതിനിടയിൽ വന്ന ആജിമാരൊക്കെ, ഇന്ത്യയിൽ അതിനൊക്കെ വില ആദായമായിരിക്കും. ആജിമാരൊക്കെ എൻ്റെ കൂടെ അന്ന് ബേജാർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബേജർ. അതായത് എൻ്റെ കയ്യിൽ, നിങ്ങൾ ഇപ്പോഴും ബേജറിലാണെന്നൊക്കെ ചോദിച്ചവർ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ബേജറിനെ കുറിച്ചൊക്കെ. പറഞ്ഞു വരുന്നത് ഇതൊക്കെ വളരെ വളരെ അടുത്ത് ഉണ്ടായതായ യന്ത്രങ്ങളാണ്. അതുകൊണ്ട് നാം ഈ യന്ത്രത്തെ ശരിക്ക് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിലും, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണ്ടതുപോലെ അതിന് അവർക്ക് ട്രെയിനിങ് നൽകിയിട്ടില്ലെങ്കിലും അതിന് വാസിഉദ്ദീനി ഉണ്ടാക്കിയെടുക്കല്ലാതെ വേറെ മാർഗമില്ല. നമുക്ക് സ്വയം വാസിഉദ്ദീനി ഉണ്ടാക്കിയെടുക്കുക, മറ്റുള്ളവരും വാസിഉദ്ദീനി ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ യൂട്യൂബിൽ കടക്കരുത്, അവിടെ കടക്കരുത്, ഇവിടെ കടക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഒരു പ്രയോജനവുമില്ല. അള്ളാനെ പേടിയില്ലാത്തവർ കടക്കേണ്ടടുത്ത് കടക്കുക തന്നെ ചെയ്യും. എന്നിട്ട് വേണ്ടാത്തതും വേണ്ടതുമെല്ലാം കാണും. അവസാനം അവനെ വിളിച്ചെടുത്ത് കിട്ടൂല, വാപ്പാനെ അനുസരിക്കൂല, ഉമ്മാനെ അനുസരിക്കൂല, കുട്ടി നമ്മുടെ വാക്ക് പാലിക്കൂല, നമ്മുടെ വീട്ടിൽ അവരെ കൊണ്ട് ഫലമില്ല, പലരും അവൻ മരിച്ചു കിട്ടിയാലും വിരോധമില്ല എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിപ്പോയി. ഈ യന്ത്രത്തിലൂടെ കുട്ടികൾക്കുള്ള ശിക്ഷണം വടക്കായത് കാരണത്താൽ അല്ലാഹു നമ്മുടെ കുട്ടികളെയും നമ്മയും നമ്മുടെ സന്താനങ്ങളെയും എല്ലാം നന്നാക്കി എടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഫറാഗ് എന്ന് പറയുന്നത് അപകടമാണ്. അഥവാ അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അഥവാ ഒഴിവ് എന്ന സാധനത്തെ നാം വേണ്ടതുപോലെ അള്ളാഹിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ
നല്ല നല്ല ക്ലാസ്സുകൾ, നല്ല നല്ല ലേഖനങ്ങൾ, നല്ല നല്ല കാഴ്ചകൾ ഒന്നുമില്ലെങ്കിൽ അള്ളാഹ്ക്ക് ദിക്റിയല്ല, തസ്ബീഹ് ചൊല്ല, തഹ്ലീൽ ചൊല്ല, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ല, ഖുർആൻ വർദ്ധിപ്പിക്കുക. ഏറ്റവും ഉയർന്ന ദിക്ർ അതാണ്. ഖുർആൻ ഓതുന്നത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ ടൈം ഫ്രീ കിട്ടുമ്പോഴെല്ലാം നമുക്ക് ആർക്കും പറയാൻ പറ്റൂല, അല്പം മുമ്പ് പറഞ്ഞതുപോലെ നാം എന്ന് മരിക്കുമെന്നത്. അപ്പോൾ അള്ളാഹുമായുള്ളതായ ബന്ധം ക്ലിയറാക്കാൻ വേണ്ടി അതിലൂടെ ആ ഒഴിവ് എന്ന അനുഗ്രഹത്തിലൂടെ പരിശ്രമിക്കുക. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതായ ആ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ നമ്മൾക്കൊണ്ട് സാധിക്കും.